ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 20 വെള്ളിയാഴ്ചയാണ്. ആദ്യം നമുക്ക് ഇന്നലത്തെ മാർക്കറ്റിൽ നിന്ന് തുടങ്ങാം. ഇന്നലെ ഇന്ത്യൻ വിപണികൾ വലിയ തോതിൽ തന്നെ ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. എല്ലാ സെക്ടറുകളും 1% മുകളിൽ ഇടിഞ്ഞു. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണമായി കാണാൻ കഴിയുന്നത് US ഉടനെ തന്നെ ഇറാനെ ആക്രമിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഇത് ക്രൂഡ് ഓയിൽ വില വലിയ തോതിൽ തന്നെ ഉയരാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഇപ്പോഴത്തെ ഈ ഓയിൽ പ്രൈസിലുണ്ടായ വർധനവും കൂടാതെ ഇപ്പോഴത്തെ ഈ ഒരു സംഘർഷവും കാരണം ഇന്ത്യൻ വിപണികൾ വലിയ ഇടിവിലേക്കാണ് പോകുന്നത്. ഇന്നും നമുക്ക് ഒരു നെഗറ്റീവ് ഓപ്പണിങ്ങിന് തന്നെയാണ് സാധ്യതയുള്ളത്. ഇനി ഇന്നലെ US വിപണികൾ ഇടിഞ്ഞ് തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഗ്ലോബലി ഇപ്പോൾ IT സ്റ്റോക്കുകൾ വലിയ സമ്മർദ്ദമാണ് നേരിടുന്നത്. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന AI ഇമ്പാക്റ്റ് സമ്മിറ്റ് ഇന്ത്യയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് IT സ്റ്റോക്കുകളെ സംബന്ധിച്ച് ഒരു പ്രതീക്ഷ നൽകുന്ന ഘടകം തന്നെയാണ്. കൂടാതെ ഇലക്ട്രോണിക് ബസ് വിൽപ്പന മേഖലയിൽ ഒരു വർധനവിനുള്ള സാധ്യതകളുണ്ട്. ഇതിനെക്കുറിച്ചും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഏതായാലും വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. ഇനി ആരെങ്കിലും നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് വളരെ കുറവാണ് നമ്മുടെ വീഡിയോയ്ക്ക് സാധാരണ ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് ഇത്തവണ എല്ലാവരും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. ആദ്യം AI സമ്മിറ്റ് 2026 ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ഇന്ത്യ AI ലോകത്ത് വലിയ പ്രഖ്യാപനങ്ങളുമായി മുന്നോട്ട് കുതിക്കുകയാണ്. ഇന്ത്യ AI ഇമ്പാക്റ്റ് സമ്മിറ്റിൽ ഇന്ത്യയിലെ വലിയ കമ്പനികളും ഗ്ലോബൽ ടെക് ലീഡേഴ്സും ചേർന്ന് വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുകയുണ്ടായി ഇന്നലെ. അതിൽ തന്നെ നല്ല ഫോക്കസിലേക്ക് വരുന്ന കമ്പനികളെക്കുറിച്ച് മാത്രം ആദ്യം ഒന്ന് പറയാം. TCS ഓപ്പൺ AIയുമായുള്ള ഒരു പങ്കാളിത്തം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ഓപ്പൺ AIയുമായി ചേർന്ന് ഇന്ത്യയിൽ 100 മെഗാവാട്ട് AI ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കാൻ പദ്ധതിയിട്ടു. ഇതുകൂടാതെ മറ്റൊരു വലിയ പ്രഖ്യാപനം വന്നത് റിലയൻസ് ഇൻഡസ്ട്രീസും ജിയോ പ്ലാറ്റ്ഫോമും ചേർന്ന് അടുത്ത 7 വർഷത്തിനുള്ളിൽ 10 ലക്ഷം കോടി രൂപയുടെ AI ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് നിക്ഷേപിക്കാൻ പദ്ധതിയിടുന്നു എന്നൊരു വാർത്ത കൂടിയുണ്ട്. ഇനി ഗ്ലോബൽ CEOമാരുടെ ചില സന്ദേശങ്ങൾ നോക്കാം. ആദ്യം ഗൂഗിൾ CEO ആയിട്ടുള്ള സുന്ദർ പിച്ചെ പറയുന്നത്, AI നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമായി മാറുകയാണ്. ഓപ്പൺ AIയുടെ CEO സാം ആൽറ്റ്മാൻ പറയുന്നത് 2028ഓടെ ലോകത്തിൻ്റെ ബുദ്ധിശേഷിയുടെ വലിയൊരു ഭാഗം ഡാറ്റാ സെൻറ്ററിലായിരിക്കും എന്ന് പറഞ്ഞു. അത് ഈ ഡാറ്റാ സെൻറ്ററുകളുടെ ഒരു വളർച്ച കൂടി സൂചിപ്പിക്കുന്നതാണ്. ഏതായാലും ഇപ്പോഴത്തെ ഈ പ്രഖ്യാപനങ്ങൾ ദീർഘകാലത്തിൽ IT, ഡാറ്റാ സെൻറ്റർ, സെമി കണ്ടക്ടർ, പവർ സെക്ടറുകൾക്ക് വലിയ ഒരു അവസരം തന്നെ സൃഷ്ടിച്ചേക്കാം. ഇപ്പോഴത്തെ ഈ ഒരു പാർട്ട്ണർഷിപ്പുകൾ വലിയ ഗുണം ആവാൻ സാധ്യതയുള്ളത് TCS, റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നിവയ്ക്കും, കൂടാതെ മറ്റ് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ IT സ്റ്റോക്കുകളായിട്ടുള്ള ഇൻഫോസിസ്, HCL ടെക്നോളജീസ്, വിപ്രോ, ടെക് മഹീന്ദ്ര തുടങ്ങിയ സ്റ്റോക്കുകൾക്കും ഇതിൻ്റെ ഗുണം ലഭിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ ഡാറ്റാ സെൻറ്റർ ആൻഡ് ഡിജിറ്റൽ ഇൻഫ്രാ സ്റ്റോക്കുകളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ നമ്മൾ പറഞ്ഞ കമ്പനികളുടെ പേരൊന്നും തന്നെ ഒരു റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. മറ്റൊരു വാർത്തയിലേക്ക്. ഇന്ത്യയിലെ പബ്ലിക് ട്രാൻസ്പോർട്ട് മേഖലയിൽ വലിയ ഒരു മാറ്റം നടക്കുകയാണ്. ഇലക്ട്രോണിക് ബസ് പെനിട്രേഷൻ ഫിനാൻഷ്യൽ ഇയർ 2026 4.5% ഉയർന്നു. കഴിഞ്ഞ വർഷം അത് 3.5% മാത്രമായിരുന്നു. ഫെബ്രുവരി 2026 ഫെബ്രുവരി 16 വരെ മൊത്തം ബസ് വിൽപ്പന 91,574 യൂണിറ്റാണ്. അതിൽ 4,158 ഇലക്ട്രോണിക് ബസ്സുകൾ ഉൾപ്പെടുന്നു. ഫിനാൻഷ്യൽ ഇയർ 2025 3,317 ഈ ബസ്സുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇനി ഇവരുടെ വളർച്ചയുടെ ആ ഒരു വോളിയത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വോളിയത്തിൽ വലിയ ഒരു മാറ്റം വന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്നിരുന്നാലും ഈ ബസ്സുകളുടെ പങ്ക് സ്ഥിരമായി തന്നെ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇനി മുൻനിര ഇലക്ട്രോണിക് ബസ്സുകളുടെ നിർമ്മാതാക്കളുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഫിനാൻഷ്യൽ ഇയർ 2026 ഫെബ്രുവരി 16 വരെ PMI ഇലക്ട്രോ 1006 യൂണിറ്റുകളാണ് സെല്ല് ചെയ്തിരിക്കുന്നത്. സ്വിച്ച് മൊബിലിറ്റി 879 യൂണിറ്റും. ഇനി നമ്മൾ പറയുന്നത് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികൾ, അതായത് ഒലക്ട്ര ഗ്രീൻ ടെക് 853 യൂണിറ്റാണ് വിറ്റിരിക്കുന്നത്. JBM ഓട്ടോ 817 യൂണിറ്റ്, ടാറ്റ മോട്ടോഴ്സ് 175 യൂണിറ്റ് എന്നിങ്ങനെയാണ്. ഏതായാലും വരുന്ന വർഷങ്ങളിലും ഇലക്ട്രോണിക് വാഹന നിർമ്മാണ മേഖലയിൽ വലിയ കുതിപ്പ് തന്നെയാണ് വരാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഈ വാർത്ത സൂചിപ്പിക്കുന്നത്. മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ചിട്ടികളിലോ ബാങ്ക് നിക്ഷേപങ്ങളിലോ പണം ഇടുന്നതിനേക്കാൾ മികച്ച ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾക്ക് നൽകുന്നത്. ദീർഘകാല സമ്പത്ത് സൃഷ്ടിക്കാൻ മ്യൂച്വൽ ഫണ്ടുകൾ മികച്ച ഒരു മാർഗമാണ്. അത് SIP വഴിയും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റായും ഒക്കെ ചെയ്യാവുന്നതാണ്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം ആരംഭിക്കാൻ NISM സർട്ടിഫൈഡ് ARN ലൈസൻസ് ഉള്ളതുമായ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറുടെ സഹായം ഇനി നിങ്ങൾക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കും നിക്ഷേപം ആരംഭിക്കാനും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക.
അടുത്തതായി ഗ്ലോബൽ മാർക്കറ്റുകളിൽ ആദ്യം US മാർക്കറ്റുകൾ. വ്യാഴാഴ്ച വാൾ സ്ട്രീറ്റ് വിപണി താഴ്ന്നാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പ്രൈവറ്റ് ഇക്വിറ്റി കമ്പനികളിലെ നഷ്ടവും വാൾമാർട്ട്, ആപ്പിൾ എന്നിവ ഇടിഞ്ഞതുമാണ് ഇന്നലെ വിപണി ഇടിയാൻ കാരണമായത്. ആപ്പിളും വാൾമാർട്ടും 1.5% അടുത്താണ് ഇടിഞ്ഞത്. AI ബന്ധപ്പെട്ട ടെക്നോളജി ഓഹരികൾ കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് വലിയ ചാഞ്ചാട്ടം നേരിടുകയാണ്. നമുക്ക് ഇന്ത്യൻ IT കമ്പനികളിലും ആ ഒരു ഇടിവ് കാണാവുന്നതാണ്. AI ബന്ധപ്പെട്ട് 2 ആശങ്കകളാണ് പ്രധാനപ്പെട്ടതായി നിലനിൽക്കുന്നത്. ഇപ്പോൾ IT സ്റ്റോക്കുകളുള്ള വാല്യുവേഷൻസ് വളരെ കൂടുതലാണ് എന്നുള്ള ഒരു ആശങ്കയും, AI മേഖലയിൽ വലിയ തോതിൽ നിക്ഷേപം നടത്തിയിട്ടും അതിൽ നിന്നും പരിമിതമായ ഒരു റിട്ടേൺ മാത്രമാണ് ലഭിക്കുന്നത് എന്നുള്ള ഒരു ആശങ്കയും ഇൻവെസ്റ്റേഴ്സിനിടയിൽ നിലനിൽക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ ഇടിവിന് കാരണമായിട്ട് കാണാൻ കഴിയുന്നത്. ഇനി എല്ലാ ആഴ്ചയും വരാറുള്ള ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റ ഇന്നലെ പുറത്തു വന്നിരുന്നു. കണക്കുകൾ പറയുന്നത് തൊഴിൽ വിപണി സ്ഥിരത പുലർത്തുന്നു എന്ന് തന്നെയാണ്. ഇനി ഇന്നാണ് US നിന്നും പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റ പുറത്തു വരാനിരിക്കുന്നത്. അതും ഇൻവെസ്റ്റേഴ്സ് ഉറ്റുനോക്കുന്ന ഒരു ഡാറ്റ തന്നെയാണ്. ഇനി CME ഫെഡ് വാച്ച് റൂൾ പ്രകാരം ജൂൺ മാസത്തിൽ 50% ഒരു റേറ്റ് കട്ടിനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ള സൂചനകളാണ് കിട്ടുന്നത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ഇൻഫോസിസ് 3.3% ഇടിവും വിപ്രോ 2.5% ഇടിവും രേഖപ്പെടുത്തി. HDFC ബാങ്ക് 2% ഇടിഞ്ഞപ്പോൾ ICICI ബാങ്ക് 1.5% ഇടിഞ്ഞത്. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 0.5% ഇടിവുമുണ്ട്. ഇനി യൂറോപ്യൻ വിപണി ഇന്നലെ താഴ്ന്നാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയുള്ളത് ജപ്പാനിൽ നിന്നും ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ ഡാറ്റ ജനുവരിയിലേത് പുറത്തു വന്നിട്ടുണ്ട്. ബാങ്ക് ഓഫ് ജപ്പാന്റെ 2% എന്ന ടാർഗറ്റിനേക്കാൾ താഴ്ന്നാണ് ഇപ്പോൾ ഡാറ്റ പുറത്തു വന്നിരിക്കുന്നത്. കൂടാതെ ചൈനയിൽ നിന്നും സെൻട്രൽ ബാങ്കിന്റെ ലോൺ പ്രൈം റേറ്റ് ഡിസിഷൻ പുറത്തു വരാനിരിക്കുന്നുണ്ട്. എന്നിരുന്നാലും ജപ്പാൻ മാർക്കറ്റ് നിക്കി 225 1% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. കോസ്പി മാർക്കറ്റ് 1% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 25,393 എന്ന നിലയിൽ 12 പോയിന്റ്സ് ഇടിഞ്ഞാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 50 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിന് സാധ്യത കാണുന്നുണ്ട്. ഇനി ഗോൾഡ് പ്രൈസിലേക്ക്. ഇന്നലെ സ്പോട്ട് ഗോൾഡിൽ വലിയ മാറ്റങ്ങളില്ലാതെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 1,15,320 എന്ന നിലയിലായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ 1.5% അടുത്ത നേട്ടത്തിൽ $67,000 ട്രേഡ് ചെയ്യുന്നത്. ഇനി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസിലുള്ളത് ഓയിൽ പ്രൈസുകൾ തന്നെയാണ്. ഇറാനെതിരെ സൈനിക ആക്രമണം നടത്തണോ വേണ്ടയോ എന്ന് അടുത്ത 10 ദിവസത്തിനുള്ളിൽ തീരുമാനിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യാഴാഴ്ച പറയുകയുണ്ടായി. ഓയിൽ പ്രൈസുകൾ വീണ്ടും 2% നേട്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഓയിൽ പ്രൈസുകൾ ഉയരുന്നത് കൊണ്ട് തന്നെ ഇന്ത്യൻ വിപണിയിലും വലിയ ആഘാതമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനി മാർക്കറ്റ് ഇപ്പോൾ വലിയ ഇടിവിലേക്കൊക്കെ പോകുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ നല്ല സ്റ്റോക്കുകളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത്തരത്തിൽ നല്ല സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ്. 3 മാസത്തേക്ക് വെറും 1,299 രൂപ 55% ഡിസ്കൗണ്ടോട് കൂടി ഇപ്പോൾ അവൈലബിൾ ആണ്. പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ബിഗിനേഴ്സിന് ഫ്രീ ഓഫ് കോസ്റ്റിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് മുതലുള്ള കാര്യങ്ങൾ പഠിച്ചു പോകാൻ താല്പര്യമുള്ളവർക്കായിട്ട് നമ്മൾ ഇപ്പോൾ പുതിയ ഒരു വീഡിയോ സീരീസ് ആരംഭിച്ചിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. അതുവഴി എല്ലാ വീഡിയോസും കാണാവുന്നതാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം നൊവാർട്ടിസ് ഇന്ത്യ എന്ന കമ്പനി. പ്രൊമോട്ടേഴ്സ് ആയിട്ടുള്ള നൊവാർട്ടിസ് AG അതിൻ്റെ 70.68% ഓഹരികൾ നൊവാർട്ടിസ് ഇന്ത്യയിൽ നിന്ന് വേവ്റൈസ് ഇൻവെസ്റ്റ്മെൻറ്റ്, ക്രിസ് ക്യാപിറ്റൽ ഫണ്ട് എക്സ്, ടു ഇൻഫിനിറ്റി പാർട്ട്നേഴ്സ് എന്നിവയ്ക്ക് വിൽക്കാൻ കരാർ ചെയ്തു. 1.74 കോടി രൂപയുടെ ഓഹരികൾ കൈമാറ്റം ചെയ്യും. ഓണർഷിപ്പ് തന്നെ മാറുകയാണ്. അതുകൊണ്ട് തന്നെ സ്റ്റോക്കിൽ ഇന്ന് വലിയ മൂവ്മെൻറ്റിനുള്ള സാധ്യതകളുണ്ട്. മറ്റൊരു കമ്പനി GHV ഇൻഫ്രാ പ്രൊജക്ട്സ് എന്ന കമ്പനിയാണ്. 28.83 മെഗാവാട്ട് റൂഫ് ടോപ്പ് സോളാർ പദ്ധതിക്ക് 123 കോടി രൂപയുടെ വില വരുന്ന ഓർഡർ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു. അടുത്ത വാരി എനർജീസ് ആണ്. ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെ ചില സംസ്ഥാനങ്ങളിൽ പുതിയ മാനുഫാക്ചറിംഗ് പ്ലാന്റ് തുടങ്ങാൻ ചർച്ച നടക്കുന്നു. അടുത്ത് ടെക്സ്മോക്കോ റെയിൽ ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന കമ്പനിയാണ്. റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് RVNL ഒരു ജോയിന്റ് വെഞ്ചർ കരാർ കമ്പനി ഒപ്പുവെച്ചു. മറ്റൊരു കമ്പനി പേസ് ഡിജിടെക് എന്ന കമ്പനിയാണ്. റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് 89 കോടി രൂപ വില വരുന്ന CCTV സർവേലൻസ് സിസ്റ്റം ഓർഡർ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു. അടുത്ത റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ്. 35.54 കോടി രൂപയുടെ റെയിൽവേ സിഗ്നലിംഗ് പ്രൊജക്ട് ഓർഡർ കമ്പനി നേടി. 24 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണം. അടുത്ത കരൂർ വൈശ്യ ബാങ്കാണ്. ഒരു വർഷവും 6 മാസവും MCLR 9.20% നിന്ന് 9.10% ബാങ്ക് കുറച്ചു.
ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ സെയിൽ, സമ്മൻ ക്യാപിറ്റൽ തുടങ്ങിയവയാണ്. ഇന്നലെ വലിയ ഇടിവ് നേരിട്ട ഒരു ദിവസം തന്നെയായിരുന്നു. ഈ ദിവസം FIS 881 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തപ്പോൾ DIS 596 കോടി രൂപയ്ക്കാണ് ക്യാഷ് മാർക്കറ്റിൽ സെല്ല് ചെയ്തത്. ഇനി നമുക്ക് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയെ കുറിച്ചും കൂടാതെ നല്ല മൂവ്മെൻറ്റ് ഇന്നലെ നമുക്ക് കിട്ടിയ ഒരു സ്റ്റോക്കിനെ കുറിച്ചുമാണ് പറയുന്നത്. ആദ്യം നമുക്ക് നിഫ്റ്റിയിൽ നിന്ന് ആരംഭിക്കാം. 25,454 365 പോയിന്റ്സ് അഥവാ 1.4% ഇടിഞ്ഞാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ഡെയിലി ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ ആണ് ഫോം ആയത്. അതിനുശേഷം ചെറിയൊരു അപ്പ് മൂവ്മെൻറ്റ് നമുക്ക് ലഭിച്ചു. ഇന്നലെയും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിലാണ് ആരംഭിച്ചതെങ്കിലും പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് വലിയ ഒരു ഫോളാണ് നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ കഴിഞ്ഞത്. ഡെയിലി ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ബിയറിഷ് എൻഗൾഫിംഗ് പാറ്റേണിന് സമാനമായിട്ടുള്ള ഒരു കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ് ഫോം ആയിരിക്കുന്നത്. ഇനി ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് 2 പോസിബിലിറ്റീസ് ആണ്. ഒന്നുകിൽ മാർക്കറ്റ് ഒരു സൈഡ് വേസിലൂടെ പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്, അതായത് ഈ ഒരു റേഞ്ചിനുള്ളിലായിട്ട്. ഇനി ഒരുപക്ഷെ ഇവിടെ നിന്ന് ഫോൾ ആവുകയാണെങ്കിൽ ഫെബ്രുവരി 3-ാം തീയതി ഉണ്ടായിട്ടുള്ള ആ ഒരു ബുള്ളിഷ് ഗ്യാപ്പ് ഏരിയ ഫിൽ ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. കൂടാതെ ഈ ഒരു ഏരിയയിൽ തന്നെ 200-day EMA ഉണ്ട്. കൂടാതെ നമ്മുടെ മാസങ്ങളായിട്ടുള്ള ആ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈനും കൂടി ഈ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഈ ഒരു സോണിനരികിലായിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് ആവാനുള്ള സാധ്യതയുമുണ്ട് ഈ ഒരു ലെവൽ. ഇനി നിഫ്റ്റിയിൽ അപ്സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്നലത്തെ ഹൈ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് തന്നെയാണ്. ഡൗൺ സൈഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെബ്രുവരി 16-ാം തീയതിയിലെ ലോ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതൊരു ഗ്രീൻ ക്യാൻഡിലാണ്. ആ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,600-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,400-ഉമാണ്. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിലേക്ക്. ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് 60,740 എന്ന നിലയിൽ 811 പോയിന്റ്സ് ഇടിഞ്ഞാണ്. അതായത് ബാങ്ക് നിഫ്റ്റി ഇന്നലെ നമ്മുടെ അപ്സൈഡിലെ ആ ഒരു ട്രെൻഡ് ലൈനിൽ നിന്നും ക്ലിയർ ആയിട്ട് ഒരു ബ്രേക്ക് ഡൗൺ തന്നിരിക്കുകയാണ്. അതായത് ഈ ഒരു ട്രെൻഡ് ലൈനിന് മുകളിലായിട്ട് ഒരു വീക്ക്ലി ക്ലോസിംഗ് ബാങ്ക് നിഫ്റ്റി തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ബിയറിഷ് സൈനായിട്ട് തന്നെ കാണാം. നാളെ ഇതിന് മുകളിലായിട്ടൊരു ക്ലോസിംഗ് വെക്കുകയാണെങ്കിൽ നമുക്ക് അതൊരു ചെറിയ പോസിറ്റീവായിട്ടുള്ള ഘടകമായി കാണാം. ഏതായാലും എത്തരത്തിലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഇനിയുള്ള ഫർദർ മൂവ്മെൻറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. മന്ത്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് ബാങ്ക് നിഫ്റ്റിയിൽ 61,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 60,500-ഉമാണ്. മറ്റൊരു സ്റ്റോക്ക് കൂടി നമുക്ക് നോക്കാനുള്ളത് ന്യൂജൻ സോഫ്റ്റ്വെയർ ടെക്നോളജീസ് ലിമിറ്റഡ് ആണ്. സ്റ്റോക്ക് ഇന്നലെ ഏകദേശം 17% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റോക്കിൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാനുള്ള ഒരു അവസരം ഇപ്പോൾ ഉണ്ടോ എന്ന് തന്നെയാണ്. സ്റ്റോക്ക് ഇന്നലത്തെ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ അപ്സൈഡിലെ ഈ ഒരു റെസിസ്റ്റൻറ്റ് ട്രെൻഡ് ലൈൻ വരെയൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. സ്റ്റോക്കിൽ കഴിഞ്ഞ 2 ദിവസമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് മാത്രമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കൃത്യമായിട്ട് അതൊരു നല്ല ഒരു പോസിറ്റീവ് മൂവ്മെൻ്റ് ആണ് എന്ന് നമുക്ക് കാണാൻ കഴിയില്ല. ലോവർ ലെവലിൽ നിന്നുള്ള ഒരു ബൗൺസ് ബാക്ക് മാത്രമാണത്. ഇനി നല്ലൊരു മൂവ്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ അപ്സൈഡിലെ ഈ ഒരു റെസിസ്റ്റൻറ്റ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയുള്ളൂ. കാരണം മൾട്ടിപ്പിൾ റെസിസ്റ്റൻസ് ഏരിയകളുള്ള ഒരു സ്ഥലം തന്നെയാണത്. ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ സ്റ്റോക്കുകൾ നമുക്ക് ഉൾപ്പെടുത്താൻ ശ്രമിക്കാവുന്നതാണ്. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിരിക്കുന്നത്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.